ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കിഡീസ് ക്രിയേറ്റീവ് വേൾഡ്. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. കുറച്ച് ബിസി ആയിരുന്നു, പിന്നെ എന്തായാലും വീഡിയോ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ടാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകുന്നു തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പഠിക്കുമ്പോൾ എത്ര ശ്രമിച്ചിട്ട് പഠിക്കാൻ പറ്റുന്നില്ലല്ലോ, എന്ത് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നത് അതിലേക്കുള്ള ഒരു സൊല്യൂഷനുമായിട്ടാണ്. നമ്മൾ GK പഠിക്കുമ്പോൾ അല്ലെങ്കിൽ സയൻസ് ആയിക്കോട്ടെ, സോഷ്യൽ ആയിക്കോട്ടെ, എന്തൊക്കെ ആയാലും നമ്മൾ ചില കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കും. അത് മറന്നു പോകാതിരിക്കാനും അതുപോലെ പെട്ടെന്ന് തന്നെ പഠിക്കാനുമായിട്ടുള്ള ഒരു അടിപൊളി ട്രിക്കാണ് കോഡ്സ് ഉപയോഗിച്ച് പഠിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിന്ന് കുറച്ച് ജനറൽ ആയിട്ടുള്ള അറിവുകൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നമുക്കത് ഒരുമിച്ച് കോഡ്സിലൂടെ പഠിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പഠിക്കാൻ പോകുന്നത് പോപ്പുലേഷനെ കുറിച്ചാണ്. നമുക്കറിയാം പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, കേരളത്തിലെ പോപ്പുലേഷൻ കൂടുതലുള്ള ആദ്യ 3 ജില്ലകൾ ഏതൊക്കെയാണ്? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം അതിനായിട്ടുള്ള കോഡ്. മതിയേ. നമുക്കറിയാം എന്തെങ്കിലും ഒരു സാധനം കൂടുതലാണെങ്കിൽ നമ്മൾ പറയും മതിയേ. അപ്പോൾ ഇവിടെ പോപ്പുലേഷൻ കൂടുതലാണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? മതിയേ. അപ്പൊ നോക്കുക, മാഫൂർ മലപ്പുറം, തിരുവനന്തപുരം, എറണാകുളം. കണ്ടോ? ഇതാണ് ആ 3 ജില്ലകൾ: മലപ്പുറം, തിരുവനന്തപുരം, എറണാകുളം. ഓക്കെ, ഇപ്പം നിങ്ങൾ പഠിച്ചില്ലേ? ഇതൊന്ന് നിങ്ങൾ 1-2 തവണ ഒന്ന് പറഞ്ഞു നോക്കി ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുകയാണെങ്കിൽ ടപ്പേ എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പം നമുക്കിനി പോപ്പുലേഷൻ തന്നെ അടുത്ത കാര്യം പഠിക്കാം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്: പോപ്പുലേഷൻ കുറവുള്ള കേരളത്തിലെ ആദ്യ 3 ജില്ലകൾ ഏതൊക്കെയാണ്? പോപ്പുലേഷൻ വീക്ക് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് 11 കോഡാണ്. ഞാൻ പറഞ്ഞു വീക്ക് ആയിട്ടുള്ളത് അല്ലേ, പോപ്പുലേഷൻ വീക്ക് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് സ്പെല്ലിംഗ് മാറ്റുക എന്നുള്ളൂ. WIK. W ഫോർ വയനാട്, ഇടുക്കി, കാസർഗോഡ്. കണ്ടോ? ഈ കെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാസർഗോഡ്, കണ്ണൂര്, കൊല്ലം, കോട്ടയൊക്കെ ഉണ്ട്. പക്ഷെ കാസർഗോഡാണ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. എന്തെങ്കിലും അതൊന്ന് പഠിക്കാം. അപ്പോൾ വയനാട്, ഇടുക്കി, കാസർഗോഡ്. ഇതാണ് കേരളത്തിലെ പോപ്പുലേഷൻ കുറവായിട്ടുള്ള ആദ്യ 3 ജില്ലകൾ. പഠിച്ചില്ലേ? എന്നാണ് വനദിനം, എന്നാണ് ജലദിനം, എന്നാണ് കാലാവസ്ഥാ ദിനം, എന്നാണ് ക്ഷയരോഗ ദിനം. ഈ 4 ദിവസങ്ങൾ വളരെ കണക്ഷനുള്ള ദിവസങ്ങളാണ്. ഇത് 4 വരുന്നത് ഒരേ മാസത്തിലാണ്. അതാണ് ഇവർ തമ്മിലുള്ള ബന്ധം. മാത്രമല്ല ഇവർ അടുപ്പിച്ചിട്ടുള്ള ദിവസങ്ങളാണ് വരുന്നത്. നമുക്ക് നോക്കാം. മാർച്ച് 21, 22, 23, 24 ഈ ദിവസങ്ങളിലാണ് ഞാനിപ്പോൾ പറഞ്ഞ ദിവസങ്ങൾ വരുന്നത്. ഇത് ഇന്റർനാഷണൽ ഡേയ്സ് ആണ്. ലോകം മുഴുവൻ ഈ പ്രത്യേകതകൾ ആചരിക്കുന്നുണ്ട്. അപ്പോൾ നോക്കാം. അതിനുള്ള കോഡാണ് വനജയുടെ കാലിൽ TV. കണ്ടോ? അപ്പോൾ വന എന്ന് വെച്ചാൽ വനദിനം. വനദിനം എന്താണ്? മാർച്ച് 21. ഇനി ജലദിനം മാർച്ച് 22. ഈ ജലദിനം കൂടുതൽ എക്സാംസിനും ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ, ജലദിനം. പിന്നെ കാലാവസ്ഥാ ദിനം എന്നാണ്? മാർച്ച് 23 അല്ലേ, ക്ലൈമറ്റ്. ഇനി TB ക്ഷയരോഗ ദിനം, TB ഡേ എന്നാണ്? മാർച്ച് 24. അപ്പോൾ ഈ ഒരു കോഡ് വെച്ചിട്ട് നമ്മൾ പഠിച്ചു അല്ലേ? വനദിനം മാർച്ച് 21, ജലദിനം മാർച്ച് 22, കാലാവസ്ഥാ ദിനം മാർച്ച് 23, TB ക്ഷയരോഗ ദിനം മാർച്ച് 24. ഓക്കെ, അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കാം. വനജയുടെ കാലിൽ TB. മാർച്ച് 21 വനദിനം, മാർച്ച് 22 ജലദിനം, മാർച്ച് 23 കാലാവസ്ഥാ ദിനം, മാർച്ച് 24 ക്ഷയരോഗ ദിനം. വനജയുടെ കാലിൽ TB. നിങ്ങൾക്ക് മുഗൾ ചക്രവർത്തിമാരുടെ പേര് ഓർഡറിൽ തെറ്റാതെ പറയാൻ കഴിയും. അപ്പോൾ നമുക്ക് അതിനായിട്ടുള്ള ഒരു കോഡ് ഒന്ന് പഠിക്കാം. നമുക്കറിയാം ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ ബഹ്മാനം പൂർവ്വം നമ്മൾ സാബ് എന്ന് പറയും അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കോഡും ഭജ് സാബ്. ഇവര് മുഗൾ റൂളേഴ്സാണ്. മുഗൾ റൂളേഴ്സിന് പഠിക്കാനുള്ള കോഡാണെന്ത്? ഭജ് സാബ്. അപ്പോൾ B ഫോർ ബാബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്, ബഹദൂർ ഷാ.
ഓക്കെ, ഇതാണ് അവർ 1 2 3 4 5 6 7 ഈ 7 പേര്. അതിനായിട്ടുള്ള കോഡാണത് ഭജസ. ഇവിടെ 2 A ഉണ്ട്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിടരുത്. നമുക്കറിയാം, നമ്മൾ സോഷ്യലൊക്കെ പഠിക്കുന്നവരാണ്. അപ്പോൾ ഔറംഗസേബ് നമുക്കറിയാം, മുഗൾ ചക്രവർത്തിമാരിലെ ഏറ്റവും പ്രബലരായിട്ടുള്ള നല്ല ശക്തിയുള്ളവരിൽ ഒരാളാണ് ഔറംഗസേബ്. അപ്പോൾ ഔറംഗസേബിന് ശേഷം പിന്നെ മറ്റ് കുറേ രാജാക്കന്മാർ വന്നിട്ടുണ്ടെങ്കിലും അവരത്ര ശക്തിയുള്ളവരായിരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ചരിത്രം അവരെക്കുറിച്ചൊന്നും അങ്ങനെ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഈ 7 പേരാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ബഹദൂർ ഷാ സഫറിനെ നമുക്കറിയാം, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം അദ്ദേഹത്തെ റംഗൂണിലേക്ക് നാട് കടത്തപ്പെട്ടു. അപ്പോൾ ആ ഏറ്റവും അവസാനത്തെ മുഗൾ റൂളറാണ് ആര്? ബഹദൂർ ഷാ സഫർ 2. അപ്പോൾ ഇതിനുള്ള കോഡ് എന്താണ്? ഭജസ. ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്, ബഹദൂർ ഷാ സഫർ 2. അപ്പോൾ എല്ലാവരും പഠിച്ചില്ലേ? അപ്പോൾ ഇതാണ് അടുത്ത കോഡ്. 1972 മുതൽ 1975 വരെ വൈൽഡ് കടുവ വെള്ളം മുതലയ്ക്ക് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്തിനുള്ള കോഡാണ്. അപ്പോൾ ഇതിൽ 1972, 73, 74, 75 ഈ 4 വർഷങ്ങളിലായിട്ട് വന്നിട്ടുള്ള ആക്ടുകളും പ്രൊജക്റ്റുകളും ആണ് ഈ ഒരു കോഡിലൂടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതിൽ മെയിൻ അപ്പോൾ 1972 അതിൽ വന്നിട്ടുള്ളത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ആണ്. ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അത് 1972 വന്നത്. ഓക്കെ, കണ്ട വൈൽഡ്, അതിലത്തെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. ഇനി കടുവ ടൈഗർ പ്രോജക്ട്. ഓക്കെ, അത് വന്നിട്ടുള്ളത് 1973. വാട്ടർ ആക്ട് 1974. ഇനി മുതല അത് 1975. ഇപ്പൊ കണ്ടോ, 1972 മുതൽ 1975 വരെ വൈൽഡ് കടുവ വെള്ളം മുതലേക്ക് കൊടുത്തു. ഈ ഒരു കോഡിലൂടെ നമ്മൾ 4 കാര്യങ്ങളാണ് പഠിച്ചത്. അതായത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഏത് വർഷം വന്നു, ടൈഗർ പ്രൊജക്ട് ഏത് വർഷം, വാട്ടർ ആക്ട് ഏത് വർഷം, ക്രൊക്കഡൈൽ പ്രോജക്റ്റ് ഏത് വർഷം. ഇതിൽ ടൈഗർ പ്രൊജക്റ്റ് വന്ന വർഷം ടാലൻറ്റ് സെർച്ച്, സോഷ്യൽ ടാലൻറ്റ് സെർച്ച് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഈ കോഴ്സിലൂടെ പഠിക്കുന്ന രീതി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ ഇനിയും ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും അതുപോലെ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള വീഡിയോസും കിട്ടാനായിട്ട് നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും പഠിച്ചിട്ട് റെഡി ആയിട്ടിരിക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.